കൊയിലാണ്ടി ബസ് സ്റ്റാൻഡ് കക്കൂസ് എന്തോ പറയുന്നുണ്ടല്ലോ, എന്താന്ന് കേട്ടിട്ട് വരാം. നീ എന്തിനാടി എൻ്റെ പേര് വിളിച്ച് സായുജ്യം അടയുന്നത്? തുടക്കത്തിലേ തന്നെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് പ്രിയയുടെ മുഖത്താണല്ലോ കയറുന്നത്. എന്തു പറഞ്ഞാലും പ്രിയേ പ്രിയേ പ്രിയേ. അപ്പൊ ലസിത പാലിക്കലൊന്നും അല്ല, മെയിൻ പ്രിയയാണ്. പ്രിയയാണ് നോട്ടം, ലക്ഷ്യം പ്രിയയാണ്. മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായിടി. പിന്നെ നീ ഇനി എന്തിട്ടാലും കണക്ക. പിന്നെ എന്നെക്കായും കൂടുതൽ കാണാൻ നിനക്കുള്ളത് കൊണ്ട് ചിലപ്പോൾ കാഴ്ചക്കാർ കൂടും. ഞാനിപ്പോൾ സ്ലീവ്ലെസ് ഇട്ടാലും ഇത്രയേ ഉള്ളൂ, പക്ഷെ നീ ഇട്ട ഡബിൾ ഇരട്ടി ഉണ്ടാവും. അതാണ് എനിക്ക് പറയാനുള്ളത്. മഞ്ജു വാര്യർ ഇട്ട ഇത്രയേ തോന്നുള്ളൂ, പക്ഷെ കാവ്യമാധവൻ ഇട്ടാലോ, അതാണ് വ്യത്യാസം. പിന്നെ നിന്റെ ഇമേജ് എന്ന് പറയുന്നത് നീ നല്ലവളാണെന്നൊന്നും അല്ലല്ലോ പേരെടുത്തിരിക്കുന്നത്. നീ വരച്ച് 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 താഴോട്ട് പോയ വ്യക്തിയില്ലേ? അതാണ് ഏറ്റവും വലിയ കോമഡി. വരച്ച് 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 നന്നായി ഫേമസ് ആയി എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ വരച്ച് 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 കുപ്രസിദ്ധിയായിട്ടുള്ള ഒരു ആളെ ഞാൻ ആദ്യമായിട്ട് കാണുക. വരച്ച് 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 കുപ്രസിദ്ധിയിലേക്ക് പോയ സെലിബ്രിറ്റി. ചെളി പറ്റി. ഇനിയിപ്പോൾ കഴിയാലും കാര്യമൊന്നുമില്ല, നാറ്റം പോവില്ല. അപ്പം പിന്നെ ഇത് വെച്ച് എന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക, അത്ര തന്നെ. പിന്നെ പേരൊക്കെ നിനക്ക് കിട്ടിയത് തന്നെയല്ലേ, അതിനി മാറാനൊന്നും പോണില്ല. അത് തന്നെ. ഇനി സ്ലീവ്ലെസ് ഇട്ടാലും ഇട്ടില്ലെങ്കിലും കിടക്കന്നെ. അതിലും വലുത് നീ ഇവിടെ ചെയ്തു വെച്ചു. പിന്നെയാണോ ഇനി കഷവും കാണിച്ചെടുക്കല്? സ്ലീവ്ലെസ് ഇടാനായിട്ട് പ്രിയേനെ കൂട്ടുപിടിച്ചിരിക്കുക. അതിൻ്റെ ആവശ്യമുണ്ടോടി? ഞാനിടുന്ന കണ്ടിട്ടല്ലല്ലേ അല്ലേടി? എന്തിരിച്ച്? അയ്യോ, തട്ടമിട്ട് നീനിയായോ? വല്ലാത്ത ജാതി. തട്ടം പീടിച്ച് വലിക്കല്ലേ മൈലാഞ്ചി ചെടിയെ. മൈലാഞ്ചി ചെടി എന്നുള്ളതിന് മുള്ളുമുരുക്ക് ചെടിയെ അടുത്ത് വെക്കുന്നത് മുള്ളുമുരുക്ക് ചെടിയാണല്ലോ, അപ്പം അങ്ങനെ വിളിക്കേണ്ട വരും. എന്തായാലും തള്ളേ, സ്ലീവ്ലെസ് ഒക്കെ മേടിച്ചു. കാരണം പ്രിയ ഇടുന്ന പോലത്തെ സ്ലീവ്ലെസ് ഇടാൻ നിനക്ക് പറ്റൂല. അപ്പം നീ ഇങ്ങനെയെങ്കിലും ഇട്ട് സമാധാനിക്കുക. എന്തായാലും അതൊക്കെ മേടിച്ചു വെച്ചു, പക്ഷെ ഇടണം. പക്ഷെ ഈ സ്ലീവ്ലെസ്സിൻ്റെ കാര്യം പറഞ്ഞിട്ട് നീ എൻ്റെ പേര് വിളിച്ചത് എന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാനാണല്ലോ ഇപ്പൊ സ്ലീവ്ലെസ് ഇടുന്നത്, അതുകൊണ്ടാണോ? ഗ്ലാസ് ഉണ്ട്. ഗ്ലാസിന്റെ മുകളിലത്തെ ചില്ലും താഴത്തെ ചില്ലും തമ്മിൽ നിറവ്യത്യാസമുണ്ട്. അപ്പൊ പൊട്ടിച്ചിട്ട് മാറ്റിയിട്ടതാണെന്ന് മനസ്സിലായി. നീ ഇനി അവിടെ കിടന്ന് ഉരുളാൻ നിൽക്കണ്ട. അല്ലടി തള്ള, അതിൻ്റെ ഇടയ്ക്ക് എന്താണ് ഇങ്ങനെയൊക്കെ വന്നിട്ട് ഒരു വള്ളി വെച്ചിട്ട് ആക്ഷൻ കാണിക്കുന്നത്? ഇന്നാളൊരു ഇത്രയും വലിയ പോകുന്ന വടി എടുത്തുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ കാണിക്കണ്ടേ? എന്താണ് ഈ കാണിക്കുന്നത്? അതിൻ്റെ ഉദ്ദേശം ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. തല്ലാൻ വന്നതാണോ? തല്ലാൻ വന്നെങ്കിൽ നല്ല അടിപൊളി പെട കൊടുക്കണം, അല്ലാണ്ട് ഈ വള്ളി വെച്ചിട്ട് ഇങ്ങനെ കാണിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്താണാവോ തള്ള ഉദ്ദേശിച്ചത്? മര്യാദയ്ക്ക് കാരണം പറഞ്ഞ് അടിക്കാത്തതിൻ്റെ ആണ് നീയൊക്കെ ഇങ്ങനെ കിടന്ന് ഉരുളാടുന്നത്. അതെ, വിരല് ചൂണ്ടിയ പേടി. ആരോടും പറയണ്ട, ചിരിക്കും, കളിയാക്കി ചിരിക്കും. മനസ്സിലായില്ലേ? ബെർല് ചൂണ്ടിയ പേടി. നിങ്ങളെ എൻ്റെ തള്ളേ, നിങ്ങൾ ബെർല് ചൂണ്ടിയ പേടിക്കുന്ന മോളാണ്. കെട്ടിയോനെ ദുബായിലേക്ക് പറഞ്ഞു വിട്ടിട്ട് വഴിന്ന് വിളിച്ചോണ്ട് വന്നിട്ട് ഒരുത്തനെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുന്നു. ബെർല് ചൂണ്ടിയ പേടി. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. ഇനി ഇത് ABCD ഒക്കെ കയറി വരും. അതുകൊണ്ട് ബെർല് ചൂണ്ടിയ പേടിയെന്നും പറഞ്ഞുകൊണ്ട് നാട്ടുകാരെ ചിരിപ്പിക്കാനായിട്ട് ഇങ്ങനെ വരരുത് കേട്ടോ. ബെർല് ചൂണ്ടിയ പേടിയാണ് അത്ര. ബെർല് ചൂണ്ടിയ പേടി. അവള് ബെർല് ചൂണ്ടിയാൽ നിങ്ങൾ പേടിക്കും, അങ്ങനെയാണ് ഞങ്ങൾ കേട്ടിട്ടുള്ളത്. നാട്ടിൽ മൊത്തം പാട്ടാ. അവള് ബെർല് ചൂണ്ടിയാൽ നിങ്ങൾ തന്നേന്നല്ലേ ആ ബെർല് ചൂണ്ടനോടത്ത് നിൽക്കുമെന്നാണ് നാട്ടുകാർ പറയണം. അയ്യോ, നിങ്ങൾ ബെർല് ചൂണ്ടിയ പേടിക്കണം, അവള് നിങ്ങളെ തല്ലീന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. സത്യമായിട്ടും പറഞ്ഞിട്ടില്ല. നിങ്ങളെ തല്ലിന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ തന്തേനെ തല്ലി, ഉറപ്പ്. തന്തയ്ക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്തിനാണ് എന്ന് ഞാൻ കാരണം സഹിതം പറഞ്ഞിരുന്നു, പക്ഷെ നിങ്ങൾ ഇന്നേ വരെ തള്ളയും മോളും വന്ന് പറഞ്ഞിട്ടില്ല കാരണം ഇതായിരുന്നു എന്ന്. നിങ്ങളിപ്പോൾ പറയുന്നത് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടില്ല എന്ന് കാണിക്കാനായിട്ട് എരിപൊരി സഞ്ചാരം കയറി കുറേ നേരം ഇരുന്ന് ആലോചിച്ചിട്ട് ദിവസങ്ങൾ എടുത്തു മറുപടി പറയാൻ. എന്നാലും ആലോചിച്ചിട്ട് നേരെ വിട്ടു. എരിപൊരി സഞ്ചാരം കയറി അങ്ങോട്ട് പെട്ടിയും കിടക്കായിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ദിവസം എടുത്ത് ആലോചിച്ചെടുത്ത തീരുമാനമാണെങ്കിലും മറുപടി തന്നു. അപ്പം ബെർല് ചൂണ്ടിയ നിങ്ങൾ മേടിക്കുന്നതായിരിക്കും പറഞ്ഞത്. നിങ്ങളെ തച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. തന്തേനെ തച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തന്തേനെ തച്ചാൻ കാരണമുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, അതൊന്നും നിങ്ങൾ കേട്ടില്ല. നിങ്ങൾ ഇന്നേ വരെ അതിനൊരു മറുപടി പറഞ്ഞിട്ടുണ്ടോ? കാര്യകാരണ സഹിതം തന്തയുടെ അവിഹിതം പൊക്കി, അതുകൊണ്ടാണ് തച്ചത്.
ജനാല് പൊട്ടിച്ചത്, കണ്ണാടി ചില്ല് പൊട്ടിച്ചത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര കണ്ണാടി ചില്ല് പൊട്ടിച്ച്? എല്ലാത്തിൻ്റെ ചില്ല് മാറ്റിയിട്ടിട്ടുണ്ടല്ല. മുകളിലത്തെ ചില്ലല്ല, താഴത്തെ പാളിക്ക്. ഇതൊന്നും നമുക്ക് മനസ്സിലാവൂല എന്ന് വിചാരിക്കരുത്. ബെർള് ചൂണ്ടിയ പേടിക്കണ എന്നെ തച്ചത്ര. ഞാൻ അങ്ങനെ എപ്പോഴാ പറഞ്ഞത്? നിങ്ങളെ തച്ചെന്ന്? മോളും കണാരനും കൂടി തന്തേനെ തച്ചു എന്നാണ് പറഞ്ഞത്. തന്തയ്ക്ക് അസലായിട്ട് കിട്ടിയേക്കണു. തന്തയുടെ അവിഹിതം പൊക്കിയതിന്. അല്ല, നിങ്ങളുടെ കെട്ടിയവനല്ലേ തള്ള ഈ അവിഹിതത്തിന് പോയത്? എന്നിട്ട് നിങ്ങൾക്കൊന്നും പറയാനില്ല? അതിനെ പറ്റിയിട്ട് നിങ്ങൾ തള്ളയും മോളും ഒന്നും മിണ്ടണില്ലല്ലോ. കാര്യമായിട്ടുള്ള കാര്യം ചോദിക്കുമ്പോൾ നിങ്ങൾ അത് പറയില്ല, എന്നിട്ട് വേറെ ഉമ്മാക്കി കഥകളൊക്കെ പറയും. അത് കുഴപ്പമില്ല. നിങ്ങളെ അവക്ക് പേടി. അല്ല, പൊട്ടന്മാരോടും പറ, നിങ്ങൾക്ക് അവളെ പേടി. അങ്ങനെ പറയുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് സൂപ്പർ എന്ന് പറയുന്നത്. എന്നെ വെറുതെ ചിരിപ്പിക്കരുത് കേട്ടോ, വെറുതെ എന്നെ ചിരിപ്പിക്കരുത്. ഞാൻ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. എനിക്ക് ചിരിക്കാൻ വയ്യ, അതുകൊണ്ട് തന്നെയാണ്. എന്നെയും ബാപ്പിനെ ഞങ്ങൾ അങ്ങോട്ട് വിശ്വസിച്ച് അത്രയ്ക്കും പേടി. എനിക്കും ബാപ്പയ്ക്കും ഇവളെ പേടി. അങ്ങനെ പറഞ്ഞാൽ മതി. അതാണ് സൂപ്പർ, അതാണ് ചേരുള്ളൂ. ഞങ്ങൾക്ക് എല്ലാം മനസ്സിലായി. ഇനി ഒന്നും പറയണ്ട. അവിടെ കിടന്നുകൊണ്ട് ഉരുളണ്ട തള്ളേ പോളൂ, ഏതേറ്റും വീട്ടിൽ പോ. എന്നോടുള്ള വാശിക്കാണെങ്കിലും ഇറങ്ങിപ്പോന്ന വീട്ടിലേക്ക് വീട്ടിൽ നാട് കെട്ടി കയറി ചെന്നല്ലോ. അതിൻ്റെ ഒരു സന്തോഷം എന്തായാലും നിങ്ങളുടെ മുഖത്തുണ്ട്. കണ്ണാടിച്ചില്ലും ജനാലച്ചില്ലും ഒക്കെ പൊട്ടിച്ച് ഇറങ്ങി പോന്നിട്ട് ഇനി വരൂല എന്ന് പറഞ്ഞ് ഇറങ്ങി പോന്നിട്ട് ഞങ്ങളോടുള്ള വാശി തീർക്കാനായിട്ട് വൈരാഗ്യത്തിൻ്റെ പേരിലാണെങ്കിൽ കൂടിയും 3-4 ദിവസം കുത്തിയിരുന്ന് ആലോചിച്ചിട്ട് മറുപടി വീഡിയോ വേണമല്ലോ. എന്തായാലും 3-4 ദിവസം കുത്തിയിരുന്ന് നല്ലോണം ആലോചിച്ച് തല പോയിച്ചിട്ടാണ് വീണ്ടും നാണം കെട്ടിട്ട് കയറി ചെന്നിട്ടുള്ളത്. നാണവും ഉളുപ്പും മാനവും ഉണ്ടോ? ഉളുപ്പുണ്ടോ? ഹേ, അതാണ് ഞാൻ ചോദിക്കുന്നത്. നാണവും മാനവും ഉളുപ്പും ഇച്ചിരിയെങ്കിലും ഉണ്ടോ? വീണ്ടും വലിഞ്ഞു കയറി ചെല്ലാനായിട്ട് ഇറങ്ങിപ്പോകുന്ന സ്ഥലത്ത് നിന്ന് ഇറക്കി വിട്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, തള്ളേനെ തല്ലിന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇറങ്ങിപ്പോകുന്ന സ്ഥലത്തേക്ക് വീണ്ടും ഉളുപ്പും മാനവും നാണവും ഇല്ലാണ്ട് വലിഞ്ഞു കയറി ചെല്ലേണ്ട അവസ്ഥ വന്നില്ലേ? നല്ലോണം കുത്തിയിരുന്ന് ആലോചിച്ചിട്ടാണ് ഇവളുമാർക്ക് മറുപടി കൊടുക്കണമല്ലോ എന്ന് കരുതിയിട്ട് പോയതാണ്. എന്തായാലും തള്ളയ്ക്കതൊരു സന്തോഷമായെങ്കിൽ നമുക്കും സന്തോഷം തന്നെ. നമ്മൾ കാരണം അവർ കുറച്ച് നേരമെങ്കിലും ഒന്ന് സന്തോഷിച്ചോട്ടെ. അപ്പം ഞാൻ കാരണം തന്തേം തള്ളേം ഇവളുമായിട്ടുള്ള വഴക്കൊക്കെ തീർന്നേ. നന്ദി പറയണം തള്ളേ, നന്ദി പറയണം. എത്ര പെട്ടെന്ന് ഓന്ത് നിറമാറുന്ന പോലെ പ്രിയയ്ക്ക് മറുപടി കൊടുക്കാനായിട്ട് ഓടിയത്. അത് കഴിഞ്ഞ ശേഷം ചെയ്ത വീഡിയോയിലൊക്കെ പ്രിയേ എന്ന് വിളിച്ചിട്ട് പ്രിയയ്ക്ക് തലയ്ക്ക് സ്വൈര്യമില്ല. എടി നിന്റെ പ്രിയവിളി ഒന്ന് നിർത്തോ? ഇതിനും മാത്രം പ്രിയെന്ന് വിളിക്കാൻ എന്തിരിക്കുന്നു? ഇല്ല, എനിക്കറിയാൻ മേലായിട്ട് ചോദിക്കുക. പ്രിയയ്ക്ക് കിടക്കപ്പുറതിയില്ല, പ്രിയയുടെ മുതുകത്തോട്ടാണ് എല്ലാം കൂടി. ഇപ്പം ലസിത പാലക്കിലൊന്നും ഒന്നുമില്ല, ലക്ഷ്യം പ്രിയാണ്. പോരെ ഇങ്ങോട്ട്, പ്രിയ ഇവിടെ ഇരിക്കുകയാണല്ലോ. പ്രിയ ചാഞ്ഞു കിടക്കണത് എങ്ങല്ലേ ഓടി വന്നിങ്ങ് കയറാനായിട്ട്. എടി നിന്റെ ആ വിഞ്ഞ കഥകളൊന്നും എനിക്ക് കേൾക്കണ്ട. നിന്റെ കഥകളൊക്കെ ഞാൻ കേട്ട് എനിക്ക് മടുത്ത് ലാസ്റ്റ് നിവർത്തി ഇല്ലാഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ഇരുന്ന് പ്രതികരിക്കണത്. എനിക്ക് നിന്റെ ആ വിഞ്ഞ കഥകൾ കേൾക്കണ്ട, പ്ലീസ് ഒന്ന് നിർത്തോ. എന്തായാലും ഞാൻ കാരണമാണെങ്കിലും നിങ്ങൾക്ക് ഇത്തിരി സന്തോഷം കിട്ടിയാലും എനിക്കൊരു സന്തോഷമുണ്ട്. നിങ്ങളുടെ വഴക്കിട്ട് പോയ മോള് നാണവും മാനവും ഉളുപ്പില്ലാണ്ട് വലിഞ്ഞു കയറി വന്നല്ലോ അങ്ങോട്ട് വീണ്ടും. അത്രയെങ്കിലും എന്നെ കൊണ്ട് സാധിച്ചേ, അതിന് നിങ്ങൾ എനിക്ക് നന്ദി പറയണം. മനസ്സിലായോ? ബാപ്പാനെയും തല്ലി വീടും തല്ലി പൊളിച്ചിട്ട് ഇറങ്ങിപ്പോയ നിങ്ങളുടെ തലതെറിച്ച മനോരോഗിയായ നിങ്ങളുടെ സന്തതി, അരപ്പിരി ഞെട്ട് ലൂസായ നിങ്ങളുടെ സന്തതി, തലതെറിച്ച സന്തതി തിരിച്ചു വന്നേല് ഞാൻ കാരണം നിങ്ങൾക്ക് അത്രയെങ്കിലും ഒരു ഉപകാരം ഉണ്ടായല്ലോ. തന്തേനെയും തല്ലി ജനാലച്ചില്ലും പൊട്ടിച്ചിട്ട് ഈ വീടിന്റെ പടി ചവിട്ടൂല അതും പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയവള് ഞാനും പാലക്കിലും ഒരു വീഡിയോ ചെയ്ത ശേഷം കുത്തിയിരുന്ന് ആലോചിച്ചിട്ട് 24 മണിക്കൂറും പ്രിയെന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും നാണമില്ലാതെ ഉളുപ്പില്ലാതെ വലിഞ്ഞു കയറി ആ വീടിൻ്റെ മുറ്റത്ത് പടി ചവിട്ടി വന്നില്ലേ? അതിന് നിങ്ങൾ എനിക്കൊരു സ്പെഷ്യൽ താങ്ക്സ് എങ്കിലും പറയണം. എന്നെ കൊണ്ട് അത്രയെങ്കിലും ഒരു ഉപകാരം ഉണ്ടായല്ലോ നിങ്ങൾക്ക്. പിന്നെ എനിക്ക് നിങ്ങളോടൊന്ന് പ്രത്യേകിച്ച് പറയാനുള്ളത്, നിങ്ങളിങ്ങനെ കാണിച്ചിട്ട് ഓങ്ങി ഇങ്ങനെ കാണിച്ചിട്ട് വന്നിട്ട് ഒരു കാര്യവും ഇല്ല. ആ 32 പല്ലിങ്ങനെ ഇളിച്ച് നിൽക്കുന്നുണ്ടല്ലോ, ആ ഇങ്ങനെ 2 പല്ലിങ്ങനെ കൊന്തമ്പല്ലായിട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ടല്ലോ, അത് നോക്കി പറ അടി കൊടുത്താൽ മതി. അല്ലാണ്ട് ഒരു വള്ളി എടുത്തിട്ട് ഇങ്ങനെ കാണിക്കും, അല്ലെങ്കിൽ ഒരു വടി എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. മോക്ക് നല്ല പിരാന്താണ്, അസല് പിരാന്താണ് മോക്ക്. അത് മാറണമെങ്കിൽ തന്തയും തള്ളയും കൂടി പിടിച്ച് കെട്ടിയിട്ട് ഒരാഴ്ച കൊണ്ടുവന്നാൽ മെൻ്റൽ ഹോസ്പിറ്റലിൽ ഇട്ടാൽ മതി.
ഇതിൻ്റെ വട്ടൊക്കെ താനേ ഇറങ്ങും, ഇതിൻ്റെ മെൻ്റല് മാറും. ഡോക്ടർ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ഒരാഴ്ച കിടന്നാൽ മതി, ഒരു ചെറിയ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ മതി. ഒരു മനുഷ്യന് കണ്ടൂടാ ഈ സാധനത്തിന്. അപ്പം നിൻ്റെ വട്ട് കുറയണമെങ്കിൽ ഈ തന്തേനോടും തള്ളേനോടും എനിക്ക് പറയാനുള്ളത്, നാട്ടുകാർക്ക് ഇതിനകത്ത് ഇടപെടാൻ പറ്റൂല. കാരണം ആരെങ്കിലും ഇതുപോലത്തെ കച്ചറ കൂടി ഓടിക്കേറി വന്നു കഴിഞ്ഞാൽ പറയും, അവരിങ്ങം പിടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ പറയും, അയ്യോ അവൻ എന്നെ കയറി പിടിച്ചു എന്നും പറഞ്ഞുകൊണ്ട് തള്ളയും മോളും കൂടി ചിലപ്പോൾ ഓടിപ്പോയിട്ട് കേസ് കൊടുത്ത് ആ കേസിൽ ആ വന്നവനെ പ്രതിയാക്കും. അതുകൊണ്ട് പേടിച്ചിട്ട് ആരും വരാത്തത്. അപ്പം നിങ്ങൾ തന്തയും തള്ളയും കൂടി ഈ സാധനത്തിനെ കൊണ്ടുപോയിട്ട് ഒരാഴ്ച ഹോസ്പിറ്റലിലൊന്ന് ഇട്ട നോക്ക്, ഒരു ചെറിയൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു നോക്ക്, എല്ലാം നോർമലാവും. ഞാൻ പറഞ്ഞതിൽ ഒരു സംശയവും വിചാരിക്കേണ്ട, വേണമെങ്കിൽ ചെയ്ത് നോക്ക്, ബലിക്കും. ഇവിടെ എല്ലാ മുഴുത്ത വട്ടും മാറും. പിന്നെ ആ വീഡിയോൻ്റെ കമൻറ്റുകളൊക്കെ കൂടി ഒന്ന് വായിച്ചു നോക്കണം, എല്ലാ മറുപടികളും അതിലുണ്ട്. ഇതിങ്ങനെ ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ പേടിച്ച് മുള്ളുന്ന മകള് ഭർത്താവിനെ ദുബായിൽ വിട്ടിട്ട് അന്യ ആണുങ്ങളുമായിട്ട് പുരയിൽ താമസിക്കുന്ന കാര്യം തള്ള അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. ഇനി തല്ലിയാലൊന്നും നേരെയാവില്ല തള്ളെ. കൊടുക്കേണ്ട തല്ല് കൊടുക്കേണ്ട പോലെ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാനിട്ടാണ് ഇങ്ങനെ ആയത്. ഇനി തല്ലിയാലൊന്നും നേരെയാവില്ല. ഭർത്താവ് ദുബായിലാണെന്നും പറഞ്ഞും കൊണ്ട് കാമുവിനെ കയറ്റി വീട്ടിൽ താമസിപ്പിച്ചിരിക്കുന്നതാണ് വളർത്തുഗുണം എന്ന് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ ഇതിങ്ങനെ കാണിക്കുമ്പോൾ പേടിക്കുന്നത്. എന്തായാലും ദിങ്ങനെ കാണിച്ചാൽ പേടിക്കുന്നു പറഞ്ഞില്ലേ, അങ്ങനെ ദിങ്ങനെ കാണിച്ച് മകളിപ്പോൾ ആയി തീർന്നിരിക്കുന്നത് എന്താണെന്ന് തള്ളക്ക് വല്ല നിശ്ചയമുണ്ടാ? ആളുകൾ എന്തൊക്കെയാ പറയണേന്ന് ഇപ്പോൾ വല്ല നിശ്ചയമുണ്ടാ?